ഇങ്ങോട്ട് ഓടി വന്നപ്പോഴത്തേക്ക് ഞാനവിടെ ഉരുണ്ട് വീണു. കുറേ ദൂരം ഓടിയിട്ട് വീണപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒപ്പം എത്തി. അപ്പോഴത്തേക്ക് ഒരു ചെമ്പരത്തി കുത്തിയ വേലി ഉണ്ടായിരുന്നു. ആ വേലിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ ചാടി. അപ്പോഴത്തേക്ക് ഞാൻ ഈ ചെമ്പരത്തി കുത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരു തിണ്ടുണ്ടായിരുന്നു. ആ തിണ്ടിൻ്റെ താഴേക്ക് ചാടി. അതിൽ എന്നെ കിട്ടാത്ത കളിക്ക് ഒന്നും കൂടെ പോയി ഇങ്ങനെ വട്ടം ഇറങ്ങി വന്നിട്ട് ആ ചെമ്പരത്തി കുത്തി ഒരൊറ്റ പോക്ക്. പുള്ളി കാണുന്നില്ല. പുള്ളി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക. ഞങ്ങൾ നോക്കുമ്പോൾ ആ ട്രെയിനിൻ്റെ അവിടെ നിന്ന് 2 കൊമ്പ് കാണാം. പുള്ളീനെ അറ്റാക്ക് ചെയ്യാനാണ് വന്നത്. അപ്പോൾ ഇവിടെ കിടന്ന വണ്ടി ഫസ്റ്റ് ഫോഴ്സിൽ ഇടിച്ചപ്പോൾ തെറിച്ച് അവിടം വരെ പോയി. ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. പിന്നെ കൊമ്പ് ഇറക്കിയിട്ട് ആ കൊമ്പിൽ കോർത്തിട്ട് വണ്ടി ഇങ്ങനെ പൊക്കി ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ പൊക്കി അറ്റാക്ക് ചെയ്യും. ഇവിടെ സ്ഥിതി ആനയോട് ബഹളി അവിടെ കിടന്നു. എന്റെ കഴിഞ്ഞ ദിവസം എന്നെ റോഡിനടുക്കിട്ട് പിടിക്കണ്ട കാടിവെള്ളടുത്ത് ഇറങ്ങി വരുമ്പോൾ റോഡിലേക്ക് ആന. ഞാൻ വെള്ളം വെച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് ചാടി കയറി. അല്ലെങ്കിൽ എന്നെ ആന അന്ന് കൊണ്ടുപോയി. 6 ആനയുണ്ട്. നിലവിൽ 6 ആന ഇറങ്ങുന്നുണ്ട്. നാല് സൈഡിൽ കൂടെ. ഇവിടെ ഈ റെയിൽ ഫെൻസിംഗ് ഒക്കെ ഇല്ല, അതിന്റെ ഒക്കെ സ്ഥിതി എന്താ? അത് 9 സ്ഥലത്താണ് പൊട്ടിക്കിടക്കുന്നത്. ഇപ്പോൾ 9 സ്ഥലത്ത് പൊട്ടിക്കിടന്നിട്ട് അതിലായിട്ട് ആന. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വാഗേരി മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. മൂടക്കൊല്ലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരു 1.5 വർഷം മുന്നേ മൂടക്കൊല്ലിയിൽ പ്രജീഷ് എന്ന് പറയുന്ന യുവാവിനെ അതിക്രൂരമായി കടുവ കൊലപ്പെടുത്തിയ ഒരു പ്രദേശമാണ്. അതിനുശേഷവും പിന്നീട് ഇങ്ങോട്ട് 1-2 പ്രാവശ്യം നമ്മൾ കടുവയുടെ വിഷയമായിട്ട് തന്നെ ഈ ഒരു പ്രദേശം വന്നിരുന്നു. എങ്കിലും ഒന്ന് ചെറിയ രീതിയിലുള്ള ആന ശല്യം ഒഴിച്ച് നിർത്തിയാൽ വലിയ പ്രശ്നമില്ലാതെ ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഈ ഒരു പ്രദേശത്ത് ഒരു യുവാവിനെ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിരന്തരമായിട്ട് ഈ ഒരു പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും കാട്ടാനയെ ഓടിക്കാനായിട്ട് കുമിക്കാനകൾ അടക്കം ഇപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എന്താണ് ഈ ഒരു പ്രദേശത്ത് സംഭവിച്ചത്, എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് ആ ഒരു പ്രദേശത്ത് നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു വീട്ടിലെ ആളെയാണ് കാട്ടാന ആക്രമിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ആണ് അതിൻ്റെ തൊട്ടുപുറകിലൊക്കെ ആയിട്ട് ഈ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. നമ്മൾ ഈ പ്രദേശമൊക്കെ നിരവധി തവണ കണ്ടതാണ്. ഈ വീട്ടിൽ തന്നെ നമ്മൾ ഇതിന് മുന്നേ വന്ന കേട്ടോ. ഇവരുടെ ഒരു പശുവിനെ കടുവ പിടിച്ച ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ ഈ വീട്ടിൽ തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് അഭിലാഷ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താണ്? ഞാൻ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുവായിരുന്നു. കയറി വരുമ്പോൾ അവിടുന്ന് കയറി വരുന്ന ഒരു ജംഗ്ഷനിൽ ഒരു വളവും ഒരു ജംഗ്ഷൻ കൂടിയാണ്. ജംഗ്ഷനിൽ ആന നിൽക്കുമായിരുന്നു. കണ്ടില്ല. ഇവിടെ വീടിൻ്റെ അടുത്ത് നിന്ന് എത്ര ദൂരമുണ്ട്? എൻ്റെ വീട് താഴെയാണ്, എൻ്റെ തറവാടാണ്. അപ്പം വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 100 മീറ്റർ ഇല്ല, അത്ര അടുത്ത് എത്തിയതായിരുന്നു. അപ്പോഴത്തേക്ക് ആന ഓടി വന്ന് ഞാൻ പെട്ടെന്ന് നോക്കി. ആനയെ കണ്ടല്ലേ? ആനയെ കണ്ടു. ആന എൻ്റെ പുറകെ ഓടി വന്ന് ആന ഇങ്ങോട്ട് ഓടി വന്നപ്പോഴത്തേക്ക് ഞാനവിടെ ഉരുണ്ട് വീണു. കുറേ ദൂരം ഓടിയിട്ട് വീണപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒപ്പം എത്തി. അപ്പോഴത്തേക്ക് ഒരു ചെമ്പരത്തി കുത്തിയ വേലി ഉണ്ടായിരുന്നു. ആ വേലിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ ചാടി. അപ്പോഴത്തേക്ക് ഈ ചെമ്പരത്തി കുത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരു തിണ്ടുണ്ടായിരുന്നു. ആ തിണ്ടിൻ്റെ താഴേക്ക് ചാടി. അതിൽ എന്നെ കിട്ടാത്ത കളിക്ക് ഒന്നും കൂടെ പോയി ഇങ്ങനെ വട്ടം ഇറങ്ങി വന്നിട്ട് ആ ചെമ്പരത്തി കുത്തി ഒരൊറ്റ പോക്ക് മുകളിലേക്ക് ഓടി. ആ പോയ പോക്കാണ് ഓട്ടോറിക്ഷയൊക്കെ കുത്തി അങ്ങ് പോയത്. ഓട്ടോറിക്ഷയുടെ കുത്തിയിട്ട് പോയത്. പരിക്കെന്താ പറ്റിയേ? പരിക്ക് കൈക്ക്, പിന്നെ ഈ ഇടുപ്പിന്, കാലിന്, കൈമുട്ടിന്, ഇപ്പം ചങ്കിന് പ്രശ്നം. ഇത് മിനിഞ്ഞാന്ന് രാത്രി അല്ലേ? മിനിഞ്ഞാന്ന് രാത്രി 9 മണിയായപ്പോൾ. എന്നിട്ട് ഫോറസ്റ്റുകാരെ വിളിച്ചായിരുന്നോ? ഫോറസ്റ്റുകാരെ വിളിച്ചു. ഒരു മണിക്കൂർ മിച്ചം അവിടെ ഇരുന്നിട്ട് അവർ വന്നില്ല. അത് കഴിഞ്ഞ് അടുത്തുള്ള അയൽവാസി ജിൻസ് എന്ന് പറഞ്ഞ ചേട്ടൻ വേഗം വന്ന് ഓട്ടോറിക്ഷ എടുത്ത് വന്നപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റൂല. പുള്ളി വേണ്ട വെച്ചിട്ട് പിന്നെ കാർ എടുത്തിട്ട് വന്നു. എന്നിട്ട് കാറും കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. എക്സ്റേ ഒക്കെ എടുത്ത് വേറെ ഉള്ളിലൊന്നും കുഴപ്പമില്ല. നീർക്കെട്ട് ആണ്, ചതവും നീർക്കെട്ടും. ആന മേത്ത് തട്ടിയോ? ആന മേത്ത് തട്ടിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ താഴേക്ക് ചാടിയില്ല. ഈ പ്രദേശത്ത് ഇപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നുണ്ടോ? സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ആനയുണ്ട്. ഇറങ്ങുന്നുണ്ടല്ലേ? ഒരു ദിവസം ഇല്ലാതെ ആനയുണ്ട്. ഇവിടുത്തെ ഫെൻസിങ്ങിൻ്റെ എന്താ? ഫെൻസിങ് മറ്റേ ഇപ്പോൾ ആണെങ്കിൽ ഇത് ഹാങ്ങിങ് ഫെൻസിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറേ മരം മുറിച്ച് ട്രെഞ്ചും കൂടെ ഉള്ളതും കൂടി ഇടിച്ച് നിരത്തിയിട്ടേക്കുവാണ്. മരമെല്ലാം വലിച്ച് നിരന്ന് വന്നേക്കും. ഇത് വലിച്ചിട്ട് മരം കുത്തിയിട്ട് അത് ഇടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആനയ്ക്ക് സുഖമായിട്ട് കൊണ്ട് കിടന്നു പോരാം. അപ്പം ഇതാക്കി വെച്ചിട്ട് അതിന് ശേഷമാണ് ഇതിങ്ങനെ ഉത്തരം കൂടിയത്. ഇതിപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഡെയിലി ആനയാണ് ഉണ്ടല്ലേ. സമയമൊന്നുമില്ല, ഏത് സമയമൊന്നുമില്ല. ഇവിടെ തന്നെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കൊച്ചടക്കമുള്ള ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇത് ക്യാമ്പും കഴിഞ്ഞ് വരുന്ന 6 മണി 6:30 ആവും. ആ സമയത്ത് പോലും ഇപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥയാണ്. 6:30 ഇവിടെ ഉണ്ടല്ലോ. ആന ഇറങ്ങുന്ന സമയമായി ഇപ്പോൾ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷിബിന. ഇവിടെ എങ്ങനെയാ? ഇപ്പോൾ ഭയങ്കര ആനശല്യമാണോ? ഇവിടെ കുറേ നാളുകളായിട്ട് ആനയുടെ വളരെ രൂക്ഷമായ ശല്യം ഉണ്ടാകുന്നു. കാരണം രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി, രാത്രിയോ പകലൊന്നും ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്.
കഴിഞ്ഞ ദിവസം അഭിലാഷ് പണി കഴിഞ്ഞ് വന്ന 9 മണിയായിട്ടുള്ളൂ, അപ്പോഴാണ് ആന ആക്രമിച്ച് അദ്ദേഹം വീണത്. പക്ഷേ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം മഴ മാറിക്കഴിഞ്ഞാൽ കടുവയുടെ ആക്രമണം മൂലം വല്ലാത്തൊരു പ്രശ്നമാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത്. അതുപോലെ ആനയും നമുക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാനോ ഒന്നും നമ്മുടെ ഈ പ്രദേശത്ത് നടക്കുന്നില്ല. നമ്മുടെ റോഡുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ ഈ ഭാഗത്ത് പരാജയമായി കിടക്കുക. ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ജനങ്ങൾക്ക് വേണ്ട ഒരു സൗകര്യം ഇവിടെ നമുക്ക് ചെയ്തു തരുന്നില്ല. അപ്പോൾ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ പ്രദേശത്ത്, ഈ മൂടക്കൊല്ലി എന്ന പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമെന്നാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത്. അതുപോലെ അന്ന് തന്നെ വേറെ ഏതെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്രമണം സംഭവിച്ചായിരുന്നോ? അത് കുറേ നാളുകളായിട്ട് ഈ പ്രദേശം മൊത്തം 2-3 ആനകൾ ഇറങ്ങിയിട്ട് വിളകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ പറമ്പ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റിൽ, അതായത് ഓഗസ്റ്റ് മാസത്തിൽ വാഴകളും കാപ്പിയും അതുപോലെ തെങ്ങും കവുങ്ങും എല്ലാം നശിപ്പിച്ചു. അതിന് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മൾ അതിൻ്റെ അപേക്ഷയൊക്കെ കൊടുത്തതാണ്. ഇപ്പോൾ 1 വർഷമായി. ഇന്ന് വരെ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പല ആളുകൾക്ക്, എല്ലാ കർഷകർക്കും ഇങ്ങനെ വാഴ പോലുള്ള എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആനുകൂല്യങ്ങൾ നമുക്കൊന്നും കിട്ടുന്നില്ല. ഈ വീട്ടിൽ തന്നെയല്ലേ കടുവ ഒരു പശുവിനെ ഇതാക്കിയത്? പശുവിനെ പിടിച്ചത് അതെ. ഈ കഴിഞ്ഞ ഇപ്പോൾ ഒരു 2-3 മാസമായിട്ടുള്ളൂ, 3-4 മാസമായിട്ടുള്ളൂ. ഈ വീട്ടിൽ നിന്ന് തന്നെ പശുവിനെ കടുവ പിടിച്ച് കൊണ്ടുപോയി. അതിന് ഇതുവരെ ഒന്നും കിട്ടിയില്ല അവർക്ക്. അപ്പോൾ അത്തരത്തിലുള്ള വളരെയധികം പ്രയാസങ്ങളിലാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞുകൊണ്ട്. ഇപ്പോൾ എന്താ അവരോട് പറഞ്ഞപ്പോൾ അവരെന്താ ഇപ്പോൾ ഈ കുങ്കിയാനെ ഇറക്കിയിട്ട് ഓടിക്കാന്ന്? എന്താ കുങ്കിയാനേനെ അവരെ ഇറക്കി അവിടെ കെട്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു ശാശ്വതമായ പരിപാടി അല്ലല്ലോ. ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം നമ്മൾ ആവശ്യപ്പെടുന്നത് കൽമതിലാണ്. അതായത് ഇവിടെ നമുക്ക് കുറേയിടെ നമുക്ക് കൽമതിലുണ്ട്. അത് വളരെ സക്സസ് ആണ്. കുറേ വർഷങ്ങളായിട്ട് ആനയോ മൃഗങ്ങളോ ഒന്നും കടക്കാത്ത രീതിയിൽ ബാക്കി കുറേ ഭാഗങ്ങൾ നമുക്ക് അതും കൂടെ ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതമായി. ആ ഒരു ഇത് വേണമെന്ന് ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ അനുകൂലമായിട്ടൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ നമ്മളിപ്പോൾ കണ്ട ആ വീടിൻ്റെ അവിടെ നിന്ന് ആ റോഡ് നേരെ ഇങ്ങോട്ട് പോകുന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മളിങ്ങോട്ട് പോകുന്ന ഒരു വഴിക്ക് കണ്ട ഈ ഒരു പ്രദേശത്താണ് അതേ ദിവസം തന്നെ കാട്ടാനൊരു ഓട്ടോറിക്ഷ ആക്രമിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രദേശമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെയൊക്കെ നിരവധി വീടുകളുള്ള ജനവാസ മേഖല തന്നെയാണ്. ഫോറസ്റ്റൊക്കെ നമ്മളിപ്പോൾ കണ്ട ഒരു പ്രദേശം, അതായത് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറം മാറിയിട്ടാണ് ഉള്ളത്. പക്ഷേ ഈ പ്രദേശത്തോടൊക്കെ ഈ റോട്ടിൽ കൂടെയൊക്കെയാണ് ആന നടന്നു വരികയും ഇതുപോലെ വീടുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തിയത്. അപ്പോൾ ആ ചേട്ടൻ്റെ വീടും ഈ ഒരു പ്രദേശത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തറവാടാണത്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു സംഭവം നടന്നത് കേട്ടോ. ഈ വീട്ടിൽ ആണ് ഈ ഒരു സംഭവം നടന്നത്. ഓട്ടോറിക്ഷ ഇറങ്ങുന്ന നമുക്കാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ നിന്നിട്ട് ആ വീട്ടിലെ കുട്ടീനോട് ഇറങ്ങരുത്, ആന വന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് കാണാം നിരവധി വീടുകൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വീടുകളുള്ള ഒരു പ്രദേശമാണ്. ഈ വീട്ടിലാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചില്ലും കാര്യങ്ങളൊക്കെ പൊട്ടിയതാണ്, സ്പീക്കറും സാധനങ്ങളൊക്കെ പൊട്ടിയിട്ടുള്ള ഈ ഒരു പ്രദേശം കൊമ്പുകൊണ്ട് കുത്തിയതായിരിക്കണം ഇതാണ് സംഭവിച്ചത്. ഇവിടെ എല്ലാ മാധ്യമപ്രവർത്തകരും എത്തിയിട്ടുണ്ട് ഇത് കവർ ചെയ്യാനായിട്ട്. തന്നെ പറ്റില്ല, ഈ റോഡ് താണ്ടി അവിടെ PC വരെ എത്തണമെങ്കിൽ ആദ്യം 1/2 മണിക്കൂർ മതിയായിരുന്നു. ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഈ വീട്ടിൽ ഓട്ടോറിക്ഷയ്ക്കാണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് ഏതായാലും ഈ വീട്ടിലെ ആളോട് തന്നെ ചോദിക്കാം. ചേച്ചി, പേരെങ്ങനെയാണ്? പേര് സോനു. കഴിഞ്ഞ ദിവസം എത്ര മണിയായപ്പോൾ ഈ സംഭവം നടന്നത്? കൃത്യമായിട്ട് ഒരു 9:15 ആ ടൈം ആയിട്ടുള്ളൂ, ഒത്തിരി ലേറ്റ് ആയിട്ടില്ല. ഇപ്പൊ എന്താ ആ ചേട്ടനെ ഓടിച്ചു കൊണ്ടിരുന്ന സമയത്താണോ ഇത് സംഭവിച്ചത്? ഞങ്ങള് ഹസ്ബൻഡ് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ റോഡിന്റെ ഭാഗത്ത് നിന്ന് ആരോ നിലവിളിക്കുന്ന പോലെ സൗണ്ട് ഞങ്ങൾ കേട്ടു. അപ്പൊ എന്താ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ആന ആ സമയത്ത് വരുന്ന പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ അതെന്താന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങി വണ്ടി അപ്പൊ ഇവിടെ ഈ ഭാഗത്താ കിടന്നെ, നമ്മള് ഈ ഭാഗത്താ കിടന്നെ വണ്ടി.
അപ്പൊ അപ്പുറേന്ന് ഒരു വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഒച്ചയും കേട്ടു. ആന പാസ്സായി പോയി, ഒരാന. ഞാൻ പറഞ്ഞു ഏതാ വണ്ടി വരുന്നതെന്ന് അറിയില്ല, താഴെ 2 ഓട്ടോറിക്ഷകളുള്ളവരുണ്ട്, ജസ്റ്റ് ഒന്ന് വിളിച്ച് പറ. ഒരാന പാസ്സായി പോയി. പാസ്സായി പോയപ്പോ പറഞ്ഞ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറ അവരാണോന്ന് അറിയില്ലല്ലോ. അപ്പൊ വന്ന് മുമ്പിൽ പെടണ്ട, അവരുടെ വീട് താഴേക്കാ, വന്ന് പെടണ്ടല്ലോ എന്ന് പറഞ്ഞു. പുള്ളി ഫോൺ എടുത്തിട്ട് എന്നാ വിളിക്കാന്ന് പറഞ്ഞ് ജസ്റ്റ് ഇതാ ഇങ്ങോട്ട് നീങ്ങിയുള്ളൂ. അവിടെ നിന്നിട്ട് ആ വീട്ടിലെ കുട്ടീനോട് വാതിൽ തുറക്കണ്ട, ആന വന്നിട്ടുണ്ട് എന്ന് പറയല്ല. പുള്ളി കാണുന്നില്ല, പുള്ളി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ. ഞങ്ങൾ നോക്കുമ്പോ ആ ട്രീന്റെ അവിടെ നിന്ന് 2 കൊമ്പ് കാണാം. ഈ ട്രീ ഇല്ലേ ഇതിന്റെ, അവിടേക്ക് 2 കൊമ്പ് കാണാം. മക്കളെ അച്ഛയെ ആന ഓടിക്കോന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയോ അത് ഓടി. ഞങ്ങളിവിടെ ഈ ജെല്ല് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ നോക്കണം, ആന പാസ്സായിപ്പോയല്ലോ. അപ്പൊ ആനനെ കാണാണ്ട് ഞങ്ങള് ആന വന്ന പുറത്തിറങ്ങാറ്. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. സ്ഥിരം ആന വരാറുണ്ട്. ഇതാണ് ആനേന്റെ റൂട്ട്, പോകുന്നത് ഇതിൽ തന്നെയാണ്. ഇതിങ്ങനെ നേരെ എങ്ങോട്ടാ പോകുന്നത്? അത് അങ്ങോട്ട് പറമ്പുകളാ. ആ പറമ്പുകളിലേക്ക് കയറി അങ്ങനെ പോവുകയാണ്. കൂടല്ലൂർ മേഖലയിൽ അങ്ങനെ പോകും. അപ്പൊ ആനേനെ കാണാനുള്ളത് കൊണ്ട് മക്കളിങ്ങനെ വന്ന് നോക്കി നിൽക്കുമായിരുന്നു. പുറകെ ഒരു ആനയും കൂടി വരും, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. 5 മിനിറ്റ് പോലും ആയില്ല, തൊട്ട് പുറകെ ഒരു ആന വരുന്നു. പുള്ളീനെ അറ്റാക്ക് ചെയ്യാനാണ് വന്നത്. അപ്പൊ ഇവിടെ കിടന്ന വണ്ടി ഫസ്റ്റ് ഫോഴ്സിൽ ഇടിച്ചപ്പോ തെറിച്ച് അവിടം വരെ പോയി. ഇവിടെ കിടന്ന വണ്ടിയാ. ഇവിടെ ഗ്ലാസ് പീസ് ഒക്കെ ഉണ്ടായിരുന്നു, റിമൂവ് ചെയ്തതാണ് വന്നിട്ട്. ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. പിന്നെ കൊമ്പ് ഇറക്കിയിട്ട് ആ കൊമ്പിൽ കോർത്തിട്ട് വണ്ടി ഇങ്ങനെ പൊക്കി ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ പൊക്കി അറ്റാക്ക് ചെയ്യുകയും ചെയ്തത്. അപ്പൊ തന്നെ ഞങ്ങൾ ഇവിടുന്ന് നന്നായിട്ട് ഒച്ച വെച്ചു. ഹസ്ബൻഡ് ഇതിന്റെ ഇടയ്ക്ക് വിട്ടുപോയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഓടി രക്ഷപ്പെട്ടത് ഞങ്ങൾ കണ്ടില്ല. പുള്ളിക്ക് ടെൻഷൻ കയറിയിട്ട് സംസാരിക്കാൻ റിപ്ലൈ തരാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അത് ഞാൻ അങ്ങനെ വെച്ചപ്പോ അറിയത്തില്ല. ഈ ഭാഗത്ത് എവിടെയും തട്ടിയോ മോളോശം? ഇല്ല, തട്ടിയിട്ടില്ല. അപ്പൊ എന്താ പിന്നെ നിങ്ങൾ അപ്പത്തിന് ഫോറസ്റ്റുകാരെ അറിയിച്ചു? അവര് വന്നായിരുന്നു. അവരെന്താ പറഞ്ഞേ? അവര് ഉടനെ നടപടി സ്വീകരിക്കാന്നാ പറഞ്ഞേ. കൊറേ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടല്ലേ? അവര് ഇന്നലെ മറ്റേ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്നിട്ടുണ്ടായിരുന്നു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് തയ്യാറാക്കി 20,000 രൂപയുടെ മുകളിലുള്ളതാണ് അവര് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇന്ന് എഞ്ചിനീയർ, PWD എഞ്ചിനീയർ വന്നിട്ട് നോക്കിയിട്ട് പറയാന്നാണ് അവര് പറഞ്ഞേക്കുന്നത്. PWD എഞ്ചിനീയറോ? അങ്ങനെയാ പറഞ്ഞേ. തരാൻ തന്നെ പറയും. ഇന്നലെ ഇവിടെ പ്രതിഷേധ സമരം ഉണ്ടായിരുന്നു. നമ്മള് എല്ലാവരും പിരിഞ്ഞു പോയത് ഒരു തീരുമാനമായ പിന്നെ നമ്മള് അന്നന്ന് ഓടുന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബം കഴിയുന്നത്. അല്ല നമുക്ക് വേറെ വരുമാനമില്ല. പറമ്പിലേക്ക് നോക്കിയാൽ അറിയാം, ഒരു സാധനമില്ല, ഒരു തെങ്ങില്ല, കാപ്പിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് ഇത് നന്നാക്കിയിട്ടല്ല ഞങ്ങൾക്ക് ഇനി ഒരു ഇതും ഇല്ല വരുമാന മാർഗമായിട്ട്. ഇങ്ങനെ സ്ഥിരമായിട്ട് ആന പോകുമ്പോഴും ഇതിനൊരു പരിഹാരവും ഇവരാരും കാണാൻ ശ്രമിക്കുന്നില്ല? അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് നിരന്തരമായിട്ട് ഒത്തിരി സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോയതാണ്. അപ്പൊ അവര് ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ വായടുപ്പിക്കും, ഇങ്ങനെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന രീതിയിലാണ് സംസാരിക്കുക. പക്ഷെ അതിനൊന്നും ഇതുവരെ ശാശ്വതമായിട്ട് ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് വരെ എത്തിയില്ലേ? ഇതിലെ പാസ്സായി പോകുമ്പോ ഒരു 2 മണി ആ സമയത്തൊക്കെ പോകുന്നുണ്ട്. നമ്മളെല്ലാരും ഉറങ്ങുന്ന ടൈമാണ്. ആനയാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്, അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ പകല് ഒത്തിരി ലേറ്റ് ആവുന്നതിനും പണിക്ക് പോകുന്നവർക്കൊക്കെ ഇപ്പോൾ വിചാരിക്കുന്ന ആനയുടെ ടൈമൊക്കെ വീട് കയറാൻ പറ്റില്ലല്ലോ. ആ സമയത്തൊക്കെ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് വന്നേക്കുന്നത്. ആന മാത്രമല്ല, രാത്രി പന്നിയുണ്ട്, മാനുണ്ട്, പകല് മലയണ്ടാൻ, കൊരങ്ങൻ, എല്ലാം ഉണ്ട്. കടുവേനെ കറച്ചൊക്കെ നമുക്ക് ശരിക്കും ഇവിടെ ഇരുന്നാ കേൾക്കാം. അത് ഇതാ ഈ മക്കളുടെ ആദ്യത്തെ സ്കൂളിലെ ഡ്രൈവറായിരുന്നു. അതെ, മോഴയാണ്.
ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ ഒരു ജോയിന്ന്. അങ്ങനെ സ്ഥിരം പ്രശ്നമാണ് കേട്ടോ ഇവിടെ. സ്ഥിരം വിഷയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഡെയിലി ആനകൾ വന്നുണ്ട്. ആന പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഇവിടെ വാഴ കൃഷിയുണ്ട് ഇവിടെ. നമ്മുടെ ഇപ്പോൾ ഒരു 500 വാഴ എടുത്ത് നിൽക്കളഞ്ഞു മാടത്തെ കിടന്ന മിനിഞ്ഞാന്നതിന് നമ്മുടെ മാടത്തിന്റെ സൈഡിൽ കൂടെ ആന വന്നത്. ഞങ്ങൾ രണ്ടുപേർ കിടപ്പുണ്ടായിരുന്നു. ഓടിച്ചാലും പോവില്ല, ഭയങ്കര വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കൃഷിയും കാര്യങ്ങളും കപ്പ വാഴ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആളുകളുടെ നേരെയും തിരിയുന്നുണ്ട്. ആളുകളുടെ നേരെയും തിരിയുന്ന അവസ്ഥ. ആളുടെ നേരെ തിരിയണ മിനിഞ്ഞാന്ന് നമ്മുടെ കെട്ടിന്റെ അതിലെ വന്നാന്ന്. കെട്ടിന്റെ ഞങ്ങൾ അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയല്ലേ. പെട്ടെന്ന് വാഴ പറിക്കണ സൗണ്ട് കേട്ടോണ്ട് ചാടി എനിക്ക് തൊന്നി കൂടുതൽ ആനയുണ്ടല്ലേ? 6 ആനയുണ്ട്. നിലവിൽ 6 ആന ഇറങ്ങുന്നുണ്ട്. ആന എന്ന് പറഞ്ഞാൽ 4 സൈഡിൽ കൂടെ. ഇവിടെ ഈ റെയിൽ ഫെൻസിംഗ് ഒക്കെ ഇല്ല, അതിന്റെയൊക്കെ സ്ഥിതി എന്താ? അത് 9 സ്ഥലത്താണ് പൊട്ടിക്കിടക്കണേ. ഇപ്പോൾ 9 സ്ഥലത്ത് പൊട്ടിക്കിടന്നിട്ട് അതിലായി ചാർന്ന ആന മൊത്തം അല്ലേ? എന്ത് വന്നിട്ടും കാര്യമില്ലല്ലേ? ഒരു കാര്യമില്ല. എന്ത് വിഷയം ഇതിപ്പോ ഇന്നലെ മിനിഞ്ഞാന്ന് 2 ചെക്കന്മാരെ ഒരു ഓട്ടോയ്ക്കിട്ടും കുത്തിയൊരു ചെക്കനെ ഓടിച്ച് വീണ്. അങ്ങനെയല്ലേ ഇവരിപ്പോ ഈ കൊണ്ടൊക്കെ എത്തിയത്. കുമിക്കാനെ ഇറക്കിയല്ലേ? ഇറക്കിയത്. പല വിഷയം നേരത്തെ പറഞ്ഞായിരുന്നല്ലേ? ഇത് 2 മാസം മുമ്പ് വന്നായിരുന്നു. ഇത്രയും കൃഷിയും സാധനം നഷ്ടപ്പെടില്ലായിരുന്നു. വീട്ടിലല്ലേ വന്നത്. എല്ലാം നശിപ്പിച്ച് കാപ്പിയൊക്കെ എന്തോ. ഇപ്പോഴേ അടുത്ത് തന്നെ ഒരു വീട്ടില് ഉണ്ണിന്ന് പറഞ്ഞ കടല് ഇപ്പൊ ഈ ആനയെ കൊണ്ട് കിട്ടിയതല്ലേ. അവരുടെ ഇപ്പൊ അവന് ഈ കൊല്ലം തന്നെ ഒരു 3 ലക്ഷം രൂപ മുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാപ്പിയും കവുങ്ങും പൊടിയും ഇതൊക്കെ ആയിട്ടുണ്ട്. പേരെങ്ങനെയാട്ടാ? എൻ്റെ ടോബി. എന്താണ് ഇവിടുത്തെ സ്ഥിതി? ഇവിടെ സ്ഥിതി ആന കൊണ്ട് ബഹളി അവിടെ കിടന്ന് രാത്രിയൊക്കെ. എന്റെ കഴിഞ്ഞ ദിവസം എന്നെ റോഡിനടുക്കിട്ട് പിടിക്കണ്ട ആനയോ? ഇവിടുന്ന്? അല്ല, അവിടുന്ന് റോട്ടിൽ റോഡ് സൈഡിൽ നിന്ന്. ചേട്ടന്റെ വീട് ഇവിടെ തന്നെയല്ലേ? എന്റെ വീട് തൊട്ടപ്പുറേ. കാടിവെള്ളം എടുത്ത് ഇറങ്ങി വരുമ്പോ റോഡിലേക്ക് ആന. ഞാൻ വെള്ളം എടുത്തിട്ട് അടുത്ത വീട്ടിലേക്ക് ചാടി കയറി. അല്ലെ എന്നെ ആന അന്ന് കൊണ്ടുവരും. ഇങ്ങനെ പല അനുഭവങ്ങളും എല്ലാവർക്കും അനുഭവമുള്ളൂ. അല്ലേ? പറമ്പിൽ ഒരു കൃഷിയും നടക്കാതെ ഇപ്പൊ പോത്ത് വളർത്തും അല്ലേ? അല്ലേ? പുല്ലായിരുന്നു. ആ പുല്ലൊക്കെ പറമ്പിലെ എല്ലാ കൃഷിയും പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ പോത്ത് കൃഷി തുടങ്ങിയായിരിക്കും അല്ലേ? കൃഷിയിലേക്ക് ഇറങ്ങി. ബാക്കി ഒരു സാധനം കിട്ടിയില്ല. ഒരു സാധനം കിട്ടൂല. ഞാൻ വളർത്തുന്ന കാലം. ഈ ഫെൻസിങ്ങിന്റെ സ്ഥിതി എന്താ? ഫെൻസിങ് 14 സ്ഥലത്ത് പൊട്ടിക്കുന്നു. 14 സ്ഥലത്തോ? അതായത് റെയിൽ ഫെൻസിങ്. റെയിൽ ഫെൻസിങ് എല്ലായിടത്തും. അത് എങ്ങനെ ആന പൊട്ടിച്ചാണോ? ആന കുത്തി തകർത്തിട്ടാ. ആണേ? ആന കുത്തിയ തകർന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുപോലെ ചെയ്ത് വെച്ചാൽ എല്ലാ ബെൽറ്റ് ചെയ്ത് വെച്ചത് അങ്ങനെ തന്നെ. എല്ലാം നല്ല കൈക്കൂലി വാങ്ങിപ്പോണ്ടാവും ഉദ്യോഗസ്ഥന്മാർ. അതാണ് ആ കളി കളിച്ചത്. ഇപ്പൊ വർഷത്തെ കമ്പി തൂക്കുന്നുണ്ട്. ഓരോ ഇതൊക്കെ കൊണ്ട് കമ്പി തൂക്കിയിടുക. അവിടെ നോക്കി വരുന്നുണ്ട് മൊത്തം. ഇവിടെ ചപ്പക്കൊല്ലി വരുന്ന വർഷരാ. കുമിക്കാനകൾ വരുന്നതിൽ പ്രതീക്ഷയുണ്ടോ? ഇതിൽ വന്നിറക്കുന്നുണ്ടാണല്ലേ. ഇതിപ്പോ കോടികളുടെ ചെലവായിരിക്കും. ഇവിടെ കൊണ്ട് തീറ്റിപ്പറ്റുന്നതിന് കോടികളുടെ ചെലവായിരിക്കും സർക്കാരിന്. ഈ കമ്പി വരി അല്ല മുതലിടാൻ ഈ പൈസ മതി. ഇവര് കൊണ്ട് ചെലവഴിക്കുന്ന പൈസ മാത്രം മതി. ഇതെന്നാണോ ഉദ്യോഗസ്ഥന്മാർക്ക് തിന്നാൻ പിന്നെ കിട്ടൂല. അതാണ് കളി. ഇപ്പം നമ്മൾ അവർ സംസാരിച്ച കാര്യങ്ങൾ കേട്ടല്ലോ. ഇത് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ളത്. വളരെ ഭീകരമായൊരവസ്ഥ തന്നെയാണ്. ദിവസവും ഈ ഒരു വഴി കൂടെ, ഞാനിപ്പോൾ ഈ നടന്നു വരുന്ന ഈ ഒരു വഴി കൂടെ തന്നെ ആന എല്ലാ ദിവസവും ഇങ്ങനെ പാസ്സാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ തികഞ്ഞ ജനവാസ മേഖലയാണ്. ഇഷ്ടംപോലെ വീടുകൾ തിങ്ങി പാർക്കുന്ന, ഇഷ്ടംപോലെ ആളുകൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഇങ്ങനെ ദിവസം ആന പോകുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ കഷ്ടം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളുടെ നേരെയും അതുപോലെ തന്നെ വണ്ടിക്ക് നേരെയൊക്കെ ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുകയാണ്. അപ്പോൾ 1.5 വർഷം മുന്നെയാണ് പ്രജീഷ് എന്ന് പറഞ്ഞ ഒരു യുവാവിനെ കടുവ കൊന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, ചാനലിൽ കൂടെ കണ്ടതാണ്. ആവശ്യത്തിനൊക്കെ ശേഷവും ഈ ഒരു സ്ഥലം ഇത്രയും പ്രസിദ്ധി വന്നതും ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും കുമ്മിക്കാനകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആനകളെ തുരത്താനെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ശാശ്വതമായ പരിഹാരം ആകുന്നില്ല. നമുക്കറിയാം ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കിടങ്ങൊക്കെ കൃത്യമായിട്ട് നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത്തരം വിഷയങ്ങളൊക്കെ വയനാട്ടിലെ പല ഭാഗങ്ങളിലും കേരളത്തിലുടനീളം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.